ഹേ മൈ ബ്യൂട്ടിഫുൾ ഫാമിലി. ഹായ്, ഹലോ, വണക്കം, നമസ്കാരം. ഞങ്ങളൊന്ന് ചെറുതായിട്ട് പുറത്ത് പോകാൻ നിൽക്കുകയാണ്. സമയം രാവിലെ ഒരു 6-6:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. ഇറങ്ങുന്ന തിരക്കിൽ അപ്പോഴുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 8-8:30 ആകുമ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഹോട്ടലിൽ നിന്ന് തിരിച്ച് പോണ വഴിക്കാണ് കേട്ടോ ഈ വീഡിയോസ് എടുക്കൽ പിന്നെ തുടങ്ങിയത്. നല്ല ഹോട്ടലാട്ടോ. അത്യാവശ്യം വൃത്തിയുണ്ട്. പിന്നെ ഭക്ഷണം നല്ലതാണ്. ഞങ്ങൾ ദോശ, പൊറോട്ട അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കഴിച്ച്, നെയ്റോസ്റ്റ്, അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. എങ്ങോട്ടാ പോണത് പറഞ്ഞില്ലല്ലോ. നമ്മൾ പോണത് പാലക്കാട് ജില്ലയിൽ കൊഴിഞ്ഞാമ്പാറ ആലമ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ എൻ്റെ അച്ഛൻ്റെ വീട്. ഇന്നവിടെ മാരിയമ്മൻ പൂജയാണ്. ചെറിയ കുട്ടിയാകുമ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് എല്ലാ വർഷവും പോകാറുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനാകെ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ. അതിന് ശേഷം ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വർഷം ഏതായാലും എല്ലാവർക്കും ഒരു സമയം ഒത്തു വന്നപ്പോൾ പോവില്ലേ എന്ന് വെച്ചാൽ അങ്ങനെ പെട്ടെന്നൊരു തീരുമാനത്തിൽ പോയതാണ്. നമുക്ക് നമ്മളെ അച്ഛൻ്റെ വീട്, അമ്മ വീട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങോട്ട് പോകാൻ. അമ്മേൻ്റെ വീട്ടിലേക്കും അതെ, അച്ഛൻ്റെ വീട്ടിലേക്കും അതെ. അതൊരു പ്രത്യേക രസമാണ് ആ കാലം. ഇന്നത്തെ കുട്ടികൾക്കൊന്നും അത് കിട്ടുകയില്ല കേട്ടോ ഈ ഫോൺ വന്നതിന് ശേഷം. ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏതായാലും 4-5 ദിവസത്തിന് ഒന്നിച്ചിട്ട് അങ്ങനെ പോവുക. ആ സമയം എന്താ പറയുക, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സമയമാണ്. നിങ്ങൾ എത്ര ആൾ ഈ വീഡിയോ കാണും, ഞാൻ പറയുന്നത് എത്ര ആൾക്ക് കണക്റ്റ് ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ആ കസിൻസിൻ്റെ കൂടെയുള്ള ഒരു എന്താ പറയുക വൈബ് അനുഭവിച്ച ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ കമ്പനി രസ്നയാണ്, എൻ്റെ വലിയച്ഛൻ്റെ മകൾ. എൻ്റെ അനിയന് ജിതു, വലിയച്ഛൻ്റെ മകൻ. അവർ രണ്ടുപേരും ഏകദേശം ഒരേ പ്രായമാണ്. ഞങ്ങൾ രണ്ടാളും ഏകദേശം ഒരേ പ്രായമാണ്. അപ്പോൾ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഒപ്പം ഇങ്ങനെ നടക്കും ഇതിൻ്റെ കൂടെ. ബാക്കിലും മുന്നിലൊക്കെ ആയിട്ട് ഫാമിലി ഉണ്ടാവും. എന്നാലും ഞങ്ങൾ മാത്രം ഇങ്ങനെ ഒരു വൈബ് അടിച്ച് നടക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ എനിക്ക് എപ്പോഴും ഓർമ്മ വരും. ഈ ദിവസമായിട്ടാണ് മാരിമ്പൂജ വരുന്നത് എന്ന് വലിയച്ഛ അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊരു സമാധാനമില്ല. അവിടെ പോയിട്ട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ നടക്കണം, ഇങ്ങനെ നടക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഫുള്ള് പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടുന്ന് പോവുക. ആ കഴുത്തിൽ മാലയിട്ട ആ ഏട്ടൻ്റെ കാലുമ്മയ്ക്ക് നോക്കിയാൽ കാണാം ഒരു മെതിയടി. ആ മെതിയടിയിൽ ആണി മേലേക്കാക്കിയിട്ട്, അതായത് കൂർത്ത ഭാഗം കാലുമ്മ തട്ടണ പാകത്തിനാക്കിയിട്ടാണ് അടിച്ചിട്ടുള്ളത്. ആ മൺപാത്രത്തിൽ തീയാണ്. ഇതൊക്കെ ഇവിടുത്തെ വഴിപാടാട്ടോ. ഈ വരണത് നമ്മളെ ഊരേമേ ഒരു ഹുക്ക്, ഒരു കൊളുത്ത് ഇട്ടിട്ട് ചങ്ങല വലിച്ചു കൊണ്ടുപോവാണ്. എന്തെങ്കിലുമൊക്കെ വഴിപാട് ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന വഴിപാടാണ്. യൂട്യൂബ് സ്ട്രൈക്ക് തരുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഷോർട്ട് വീഡിയോയിൽ ഞാൻ സ്റ്റിക്കറൊക്കെ അടിച്ച് കയറ്റിയിട്ട് ആ ശരിക്കും കാണുന്ന ഭാഗമൊക്കെ ഇതാക്കിയിട്ടുണ്ട്. ഇതിൽ പിന്നെ അത്ര അടുത്ത് കാണാത്തതുകൊണ്ടും പിന്നെ ആളുകൾ മറിഞ്ഞിരിക്കണോണ്ടാട്ടോ ഞാൻ അധികം ഒന്നും ബ്ലർ ചെയ്താതെ കൊടുത്തത്. പണ്ട് ഇതിൻ്റെ കൂടെ മരം കൊണ്ട് രഥം ഉണ്ടാക്കിയിട്ടും പിന്നെ ഒരേലൊക്കെ കെട്ടി വലിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് എന്തിൻ്റെ പേരിലാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇവിടെ അങ്ങനെ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആരോടും ചോദിച്ചിട്ടോ അറിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അതിനെ പറ്റിയിട്ടും. രഥത്തിന് പകരം ഇപ്പോൾ എല്ലാവരും ഓട്ടോ ആണ് വലിക്കുന്നത്. അതെ, ഇതിൻ്റെ ഇടയിൽ ഒരു ശല്യം ഇല്ലാതെ ഇരുന്ന് ഐസ് നിന്ന് സിനിമ കാണുന്ന ലാഘവത്തിലാണ് ഇതൊക്കെ ഇരുന്ന് കാണുന്നത്. ഐസാണെന്നുണ്ടെങ്കിൽ ആ മാംഗോ ഐസ് ഭയങ്കര പുളിയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഞങ്ങൾ മേലേക്ക് കയറുന്നു. കുറച്ച് ആൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് സൈഡിലേക്ക് മാറി ഇരുന്നപ്പോൾ മാമൻ്റെയും മകൻ്റെയും കുൽസിതാണിതിപ്പോൾ. വീഡിയോൻ്റെ ആദ്യം കാണിച്ചില്ലേ ബാൻഡ് കൊട്ടണതൊക്കെ, അവിടെ ഒരു അമ്പലമുണ്ട്. അവിടെ നിന്ന് ഈ അമ്പലത്തേക്കാണ് ഇങ്ങനെ വരവ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഈ പുറത്തൊക്കെ ആ ഹുക്ക് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എനിക്കത് കാണാനുള്ളൊരു ശേഷി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. ഒരൊറ്റ നോട്ടം അങ്ങനെ കണ്ടിട്ട് വന്നതാണ്. പിന്നെ പൂവോട് നിറയ്ക്കുകയൊക്കെ ആയിരുന്നു അവിടെ. ഇപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. അമ്മ പോയി തൊഴുത് വന്നു.
പിന്നെ ഇത് ഇനി ഭയങ്കര തിരക്കായിരിക്കും അവിടെ. അപ്പോൾ അതിനെയും കൊണ്ട് അങ്ങോട്ട് പോവുകയെന്ന് പറഞ്ഞാൽ ഈ ചൂടും ആ പുകയൊക്കെ കൂടി ആയിട്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ പോകണ്ട, നമുക്ക് ഏതായാലും വൈകുന്നേരം വന്ന് തൊഴുമല്ലോ. പിന്നെ വൈകുന്നേരത്തെ മഞ്ഞൾ നീരാട്ട് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്, അപ്പോൾ അതിനൊക്കെ വരണ്ടേ, അപ്പോൾ പോവാം, അപ്പോൾ തൊഴുത് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഏട്ടനും ചേച്ചി ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നാൽ പിന്നെ അത് അവിടെ ഇരുന്ന് കഴിച്ച്. അപ്പോൾ ആദ്യം മാമനും കൂടി അവിടെ അടിയാണ്. പിന്നെ അമ്പലത്തിൽ നിന്ന് പിന്നെ നേരെ തറവാട്ടിൽ പോയി. അവിടുന്ന് പിന്നെ സുബ്രഹ്മണ്യച്ചൻ്റെ അവിടെ വന്നിട്ട് അവിടെ നല്ല തണുപ്പാണ്, മുന്നിൽ മരമൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ഇരുന്ന് എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് കൂട്ടം കൂടിയിരിക്കുക എന്നറിയാം. അവർ ഇങ്ങനെ എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നതിന് അപ്പോഴാണ് അച്ഛൻ പറഞ്ഞു അച്ഛൻ പച്ചമാവ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം തന്നെ പച്ചമാവൊക്കെ ഉണ്ടാക്കി തന്ന് വലിയമ്മ. ഞാൻ റെസിപ്പിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഫ്രീ ആവണേന് ഒരു ദിവസം നോക്കിയിട്ട് ഞാൻ വീഡിയോ ഇടാട്ടോ. പച്ചമാവ് ഉണ്ടാക്കിയിട്ട് ഞാനുണ്ടാക്കിയിട്ട് വലിയമ്മ പറഞ്ഞു തന്ന മാതിരി ഞാൻ ഉണ്ടാക്കിയിട്ട്. ഇത് പെട്ടെന്നായതുകൊണ്ടേ ഷേപ്പൊന്നും ആക്കിയില്ല. അത് കഴിഞ്ഞ് പിന്നെ 5:30-6 മണി ആയപ്പോഴേക്കിന് അമ്പലത്തേക്ക് തിരിച്ചു വന്ന് തൊഴുത് അവിടുന്ന് നേരെ പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു കേട്ടോ. 6 മണി വരെ നിന്നത് തന്നെ മഞ്ഞൾ നീരാട്ട് കാണണമെന്ന് വിചാരിച്ചിട്ടാട്ടോ. പക്ഷേ നല്ല നേരം വഴുകി. ഞങ്ങൾ തിരിച്ചെത്താൻ പിന്നെ ഒരുപാട് വഴുകുമെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ പോന്നു. ഇവിടെയുള്ള പൊരി മസാലയിൽ സ്പൈസസ് ലേശം കൂടുതലാണ്. പിന്നെ പച്ചപ്പട്ടാണി നിലക്കടലൊക്കെ പുഴുങ്ങിയത് ഇടുന്നുണ്ട്. രസമുണ്ടായിരുന്നു, പക്ഷേ കുട്ടിക്ക് ഭയങ്കര എരിവായിരുന്നു. ഈ വീഡിയോ ഞങ്ങൾ ഇറങ്ങുമ്പോൾ എടുത്തതാണ്. അതവിടെ ആ തീ കത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ചെമ്പിലുള്ള വെള്ളം നല്ലോണം തിളച്ച് മറിയണം. മഞ്ഞൾ നീരാട്ട് നടത്താമെന്ന വഴിപാട് പ്രാർത്ഥിച്ച ആൾക്കാർ വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ കുളിയൊക്കെ കഴിഞ്ഞ് ശുദ്ധിയായിട്ട് ഇതാ ആര്യവേപ്പിൻ്റെ ഇല കൊണ്ട് മുക്കിയിട്ട് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ കുടയും. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മളെ മേത്തും തട്ട് കിട്ടും. നമ്മളെ മേത്തൊക്കെ ഒരു തുള്ളി 2 തുള്ളി കുറേ വിട്ട് നിൽക്കണോണ്ട് അങ്ങനെ തട്ടുള്ളൂ. പക്ഷെ എന്നാലും നല്ല